ഹായ് എവ്രി വൺ, സ്റ്റെല്ലാർക്കനക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. ഇന്നെൻ്റെ കോൺവൊക്കേഷനാണ്. 16 മാസം ഞാൻ ചെയ്ത എഫേർട്ടിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നൊരു ദിവസമാണ് ഇന്ന്. അപ്പം ഞാൻ ഇന്നത്തെ ദിവസത്തിനെ പറ്റി ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആസ് എ സ്റ്റുഡൻറ്റ് നമ്മളിങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കോൺവൊക്കേഷൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. അപ്പോൾ എൻ്റെ കോൺവൊക്കേഷൻ്റെ ചെറിയ ഗ്ലിംസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ലൈക്ക് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ഈ ബാച്ചിലുള്ളവരൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ജോലി വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്കിൻ്റെയും ഉറങ്ങാത്ത ദിവസങ്ങളുടെയും ഒക്കെ ഒരു റിസൾട്ടായിട്ട് നമ്മൾ നല്ല മാർക്കോടുകൂടെ ഗ്രാജുവേറ്റ് ആയി. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമ്മളുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Sheetal Santosh, Sarah Scorico, അപ്പം നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടവരാണെങ്കിൽ ഞാൻ ഗോ ത്രൂ ചെയ്ത ഫേസൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വിസ അക്സെപ്റ്റഡ് ആകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പം ഞങ്ങൾ ആ ഒരു എടുത്തു വെച്ച സ്റ്റെപ്പ് ഞങ്ങൾ ബാക്കോട്ട് വെക്കാമെന്നെങ്കിലും വിചാരിച്ചെങ്കിലും ബട്ട് നമ്മളുടെ ഫാമിലിയുടെ എല്ലാവരുടെയും ഒരു ഹെൽപ്പും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കാനഡയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു, പഠിച്ചു. ഞങ്ങളുടെ 2 പേരുടെ ഫാമിലിയുടെ ഹെൽപ്പോടുകൂടെ എനിക്ക് ഈ കോഴ്സ് വളരെയധികം ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഈ ഒരു ചെറിയ കാലയളവിൽ നാട്ടിൽ നിന്ന് മാക്സിമം എല്ലാവരും വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസായിട്ട് വരുന്ന കുട്ടികളോട് പറയാനാണെങ്കിൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്തൊരു അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു. എല്ലാത്തിനും അപ്പേനെയും അല്ലെങ്കിൽ ചൈനയും വിളിച്ച് കാര്യങ്ങൾ പോകാനും ഒന്നിനും ഒരു പ്രാപ്തി ഉണ്ടായിരുന്നിരിക്കാം. ബട്ട് നമ്മളൊരു ചാരാനായിട്ടുള്ളൊരു കൊമ്പുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചാരുമല്ലോ. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറേ പഠിച്ചു. കാനഡയിലേക്ക് വന്നപ്പോഴത്തേനും ഒത്തിരി സ്ട്രഗിൾസിലൂടെ പോയി. അപ്പോൾ ഞാൻ ഈ ഒരു എൻവയോൺമെൻറ്റൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഡിപ്ലോമയിലുപരി ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. മോർ ഓവർ എനിക്ക് ഡ്യുവൽ ഡിഗ്രിയാണ് കിട്ടിയതെന്ന് വേണമെങ്കിലും പറയാം. നോർക്വസ്റ്റ് എന്നൊരു ഡിഗ്രിയോടൊപ്പം തന്നെ എനിക്ക് ഈ ഡിപ്ലോമ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിലും വലിയൊരു ഹോണേഴ്സ് തന്നെ കിട്ടി. ഡിപ്ലോമയിലല്ല ബട്ട് മദർഹുഡിലൊരു ഹോണേഴ്സ് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രോഫി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡ്യുവൽ ഡിഗ്രി തന്നെയാണ് കിട്ടിയേക്കുന്നത്. മദർഹുഡ് എന്ന ഒരു ടൈറ്റിലും അതേപോലെ തന്നെ മദർ എന്നുള്ളൊരു ടൈറ്റിലും പിന്നെ അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരെയും കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കീപ് ഗോയിങ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബിഗ് ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഇപ്പോഴും എനിക്കൊരു ഞാൻ ഇമാജിൻ ചെയ്ത ഒരു ജോലിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എത്തുവാണെങ്കിൽ ഞാൻ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് പറയുന്നതുമായിരിക്കും. അപ്പം ഞങ്ങൾക്ക് കോൺവൊക്കേഷൻ നടന്നത് എഡ്മണ്ടൺ എക്സ്പോ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 10 മണിയായപ്പോൾ എത്തി. അവിടെ ചെന്ന് ഏകദേശം 10 മണിയായപ്പോൾ തന്നെ എത്തിയത്. പിന്നെ ഒരു ഹറിബറി ആയിപ്പോയി. പിന്നെ കോൺവൊക്കേഷൻ സെറിമണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു ഗ്ലിംസ് കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതിനകത്ത് പക്ഷേ അങ്ങനെ ഒരു അപ്രിസിയേഷൻ ലെറ്ററും മാത്രമേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് എനിക്ക് ഈ ഗ്രാജുവേഷൻ സെറിമണിക്ക് മുന്നേ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടി. അതേപോലെ തന്നെ എൻ്റെ കെട്ടിയവൻ എനിക്കൊരു ന്യൂ ഗ്രാഡിനുള്ള ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഈ ബേബിനെ കൊണ്ടാണ് അവതരിപ്പിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് ലുക്ക് ബേബിയുടെ ടോയാന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കഴുത്തിൽ സാധനം വായിച്ച് നോക്കിയപ്പോഴത്തേനുമാണ് ന്യൂ ഗ്രാജുവേറ്റിൻ്റെ ഒരു മാല കണ്ടത്. അപ്പോൾ ഞാൻ പറയായിരുന്നു എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഈ ചായ പറഞ്ഞ് ഇതൊരു മെമ്മറി ആയിട്ട് നമുക്ക് വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ എനിക്ക് ഈ ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കണം. ഇങ്ങോട്ട് വരാനുള്ള ഇനി അടുത്ത ഇൻടേക്കിലൊക്കെ വരാനിരിക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ തന്നെ ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.